സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്, കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന ജോഗ്രഫിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ നമുക്കിനി കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയതിൻ്റെ ബാക്കിയാണ് എടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സെ വരാറുണ്ട്. ഇതിനു മുമ്പ് ഒരു എസ്സെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലെയിൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ആഗോള മർദ്ദമേഖലകളുടെ വിതരണം വിശദമാക്കുക. അപ്പോൾ ഈ എസ്സെ ഇതിനു മുമ്പ് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എസ്സെ ഒന്ന് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. എസ്സെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപന്യാസം എന്ന് പറഞ്ഞാൽ ഒരു 150 വേർഡിലൊക്കെ എഴുതേണ്ടി വരും. ഒരു പുറക്കെ അല്ലെങ്കിൽ 1.5 പുറക്കെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെയാണ് ഉപന്യാസങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ടായിരിക്കും അതൊക്കെ. ഭൂമിയിൽ വിവിധ പ്രദേശങ്ങളിൽ വിവിധ രീതിയിലായിരിക്കും മർദ്ദം അഥവാ പ്രഷർ അനുഭവപ്പെടുക. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഭൂമിയുടെ ഉയരക്കുറവുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രഷർ വളരെ വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ സമുദ്ര തീരത്തിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ, വിട്ടുകിടക്കുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ പ്രഷറിന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രഷർ വേരിയേഷൻസ് അഥവാ മർദ്ദ വ്യത്യാസങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ പറയുന്നു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതെന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗം കണ്ടോ, ഇത് 0 ഡിഗ്രിയാണ്. ശ്രദ്ധിക്കണം, ഓരോ മർദ്ദമേഖലയുടെയും അല്ലെങ്കിൽ പ്രഷർ ബെൽറ്റിന്റെയും ഡിഗ്രി ശ്രദ്ധിക്കണം. ഇത് 0 ഡിഗ്രിയാണ്. ഇനി നമുക്ക് എന്താണ് അതിനകത്ത് പറയുന്നത് നോക്കും. ദിസ് ഈസ് ദ സോൺ വേർ ദ സൺ റേസ് ഫാൾ വെർട്ടിക്കലി ത്രൂ ഔട്ട് ദ ഇയർ. ഹെൻസ് ദ ടെമ്പറേച്ചർ വിൽ ഹൈ ഇൻ ദിസ് സോൺ ഓൾ ത്രൂ ദ ഇയർ. The air expands due to sun's heat and rises up on the massive scale. This is the reason for the low pressure experienced throughout this zone. എന്താണ് പറഞ്ഞു നോക്കൂ. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അഥവാ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. വർഷം മുഴുവൻ ഇവിടെ സൂര്യകിരണങ്ങൾ വളരെ ശക്തമായിട്ട് പതിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് വരും. അതുകൊണ്ട് വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നത് കൊണ്ട് ഈ മേഖല എപ്പോഴും ന്യൂനമർദ്ദം അഥവാ ലോ പ്രഷർ ഉള്ള മേഖലയായിരിക്കും. അന്തരീക്ഷത്തിന് ചൂട് പിടിക്കുമ്പോൾ അന്തരീക്ഷം ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്ന കാര്യത്തിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്? അവിടെ ലോ പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ ലോ പ്രഷർ വന്നതെന്ന് അറിയണം. കാരണം ഇത് ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം അഥവാ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഇവിടെ വർഷം മുഴുവൻ സൂര്യന്റെ താപം വളരെ ശക്തമായിട്ട് പതിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് ഇവിടെ ചൂട് കൂടുതലായതുകൊണ്ട് വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരും. അതുകൊണ്ട് ഈ മേഖല എല്ലായ്പ്പോഴും ന്യൂനമർദ്ദം അഥവാ ലോ പ്രഷർ ആയിട്ട് നിലനിൽക്കും. ഇനി എന്താ അടുത്ത് പറയുന്നത് നോക്കുന്നത് ഈ പാരഗ്രാഫിൽ. The equatorial low pressure belt is situated between 5 degree north and 5 degree south latitude. As this air in this zone ascends on large scale, winds are very feeble here. This pressure belt is also known as doldrum, meaning the zone with no winds. The region was the nightmare of the ancient mariners. നോക്കൂ, ഇവിടെ പറയുന്നു നോക്കൂ. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0 ഡിഗ്രിയാണ്. എന്നാൽ 0 ഡിഗ്രിയിൽ നിന്ന് നോർത്തേൺ ഹെമസ്ഫിയർ അഥവാ ഉത്തരാർദ്ധഗോളത്തിലേക്ക് 5 ഡിഗ്രിയും അതുപോലെ തന്നെ സദേൺ ഹെമസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് 5 ഡിഗ്രിയും ഇത് വ്യാപിച്ചിരിക്കും. അതുകൊണ്ടാണ് 0 ഡിഗ്രിക്ക് മുകളിലേക്ക് 5 ഡിഗ്രിയും താഴേക്ക് 5 ഡിഗ്രിയും ഇത് വ്യാപിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ദിസ് പ്രഷർ ബെൽറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡോൾഡ്രം. ഈ മേഖലയെ ഡോൾഡ്രം എന്ന് വിളിക്കാറുണ്ട്. മീനിങ് ദിസ് സോൺ വിത്ത് നോ വിൻഡ്സ് എന്ന് പറഞ്ഞാൽ വായു പ്രവാഹമില്ലാത്ത മേഖല എന്നതിനർത്ഥം. ദ റീജിയൻ കാറ്റില്ലാത്ത മേഖല എന്നർത്ഥം. ദ റീജിയൻ വാസ് നൈറ്റ്മെയർ ഓഫ് ദ ആൻഷ്യന്റ് മറീനേഴ്സ്. ഈ ഭാഗത്ത് പണ്ട് കാലത്ത് പായക്കപ്പലുകൾ ഓടിച്ച് വരുമ്പോൾ ഈ ഭാഗത്ത് എത്തുമ്പോൾ കപ്പൽ നിന്നുപോകും. കാരണം എന്താണ്? വലിയ തോതിലുള്ള കാറ്റ് വീശലുണ്ടാവില്ല. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ ഒരു മേഖല കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് കപ്പിത്താന്മാർ വളരെ കഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ കപ്പിത്താന്മാരുടെ ഒരു പേടി സ്വപ്നമാണ് ഈ മേഖല. കാരണം എന്താണ്? ഇവിടെ വായു പ്രവാഹം വളരെ കുറവായിരിക്കും. അപ്പോൾ കാറ്റുകൾ ഉണ്ടാവില്ല. കാറ്റില്ലാത്തത് കൊണ്ട് പണ്ടത്തെ പായക്കപ്പലുകൾക്ക് ഈ മേഖല കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. നോക്കൂ, ഇവിടെ 30 ഡിഗ്രിയിലാണ് ഈ മേഖല ഉള്ളത്. 30 ഡിഗ്രി ആണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അഥവാ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് വരുന്നത്. ഇതും ഇങ്ങനെ തന്നെ 30 ഡിഗ്രിയുടെ 5 ഡിഗ്രി മേലേക്കും 5 ഡിഗ്രി താഴേക്കും ഈ മേഖല വ്യാപിച്ചിരിക്കും. ആണ് 2 പോളിലും നിങ്ങൾ ശ്രദ്ധിക്കണം. നോർത്ത് പോളിലും കാണാം സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, അതുപോലെ തന്നെ സൗത്ത് പോളിലും കാണാം സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോൾ ഈ 2 പോളിലും ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് 30 ഡിഗ്രിയിലാണ് ഈ പ്രഷർ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇനി എന്താണ് ഇതിൽ പറയുന്നത് നോക്കൂ. ദ ഹോട്ട് എയർ അസെൻഡിങ് ഫ്രം ദ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് കൂൾസ് ഗ്രാജ്വലി
and subsides at the subtropical zone due to the rotation of the earth. Hope you now understand the reasons for the occurrence of high pressure all along the zone. Subtropical high pressure belt വന്നത് എന്താണ് ഹൈ പ്രഷർ വന്നതെന്നാണ് പറയുന്നത്. നോക്കൂ, ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖാ പ്രദേശത്ത് വളരെ ലംബമായി സൂര്യരശ്മികൾ പതിക്കുന്നത് കൊണ്ട് ഇവിടുന്ന് വായു ചൂട് പിടിച്ച് മുകളിലേക്ക് വരും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ മേലേക്ക് ഉയരുന്ന വായു തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് വരും. അത് വന്ന് താഴുന്നത് ഈ 30 ഡിഗ്രി മേഖലയിലാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ 0 ഡിഗ്രി ആയ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്നും അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്നും ചൂട് പിടിച്ച് ഉയരുന്ന വായു വന്ന് താഴുന്നത് 30 ഡിഗ്രി ആയ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ മേഖലയിലാണ്. അപ്പോൾ വായു തണുത്താണ് ഇവിടെ താഴുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പ്രഷർ അഥവാ മർദ്ദം കൂടുതലായിരിക്കും. അതാണ് പറഞ്ഞത്. ഇനി സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് നമുക്കിവിടെ പോളാർ റീജിയനോട് അല്ലെങ്കിൽ നമ്മുടെ ധ്രുവപ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹൈ പ്രഷർ വരേണ്ടതാണ്, കാരണം ഇവിടെ തണുത്ത് കിടക്കുന്ന പ്രദേശമാണ്. പക്ഷെ എന്നിട്ടും ഇവിടെ ലോ പ്രഷറാണ്. എന്തുകൊണ്ടാണ് ലോ പ്രഷർ വരുന്നത് നോക്കൂ. As this zone is close to the pole, ഈ മേഖല ധ്രുവത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. The air is colder here. ഇവിടെ വായു വളരെ തണുത്തതാണ്. Though the cold air remains close to the earth, the air is thrown away due to the rotation of the earth. As a result, low pressure is experienced all along the subpolar region. ഇവിടെ പറയുന്നത് നോക്കൂ, വായു ഇവിടെ തണുത്ത് താഴേക്ക് വരും. ഈ മേഖലയിൽ നമ്മൾ പറഞ്ഞാണ് ഇത് ധ്രുവത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്, അതുകൊണ്ട് ഇവിടെ തണുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ വായു തണുത്ത് ഈ മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഭൂമിയുടെ റൊട്ടേഷന്റെ ഭാഗമായിട്ട് ഈ വായു, തണുത്ത വായു, കനം കൂടിയ വായു മുകളിലേക്ക് ചുഴറ്റി എറിയപ്പെടും. ഈ മേഖലയിൽ കാറ്റിന്റെ പ്രഭാവം കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ മേഖല ലോ പ്രഷർ ബെൽറ്റായിട്ട് മാറിയത്. ഇപ്പൊ ശ്രദ്ധിക്കണം, ഈ മേഖലയിൽ വായു തണുത്ത് താഴേക്ക് വരും. പക്ഷെ എന്ത് ചെയ്യും, ഭൂമിയുടെ റൊട്ടേഷന്റെ ഭാഗമായിട്ട് ഈ ഭാഗത്തുള്ള തണുത്ത വായുവിനെ ഭൂമി ചുഴറ്റി എറിയും. അങ്ങനെ ഈ മേഖലയിൽ എന്താണ്, കാറ്റിന്റെ സാന്നിധ്യം കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ മേഖല സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത് നോക്കൂ, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അത് 90 ഡിഗ്രിയാണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇനി സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിന്റെ ഡിഗ്രി ശ്രദ്ധിക്കണം. 60 ഡിഗ്രി ഇവിടെ കൊടുത്തിട്ടുണ്ട്, 60 ഡിഗ്രി ആണെന്നുള്ളത്. അതിൻ്റെയൊക്കെ ഡിഗ്രി ശ്രദ്ധിക്കണം നിങ്ങൾ. നോക്കൂ, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പോളാണുള്ളത്, നോർത്ത് പോളും സൗത്ത് പോളും. അപ്പോൾ ഈ പോളാർ റീജിയനിലൊക്കെ ഹൈ പ്രഷർ ആയിരിക്കും, മർദ്ദം വളരെ കൂടുതലായിരിക്കും. കാരണം എന്താണ്, അവിടെ ഐസ് മൂടി കിടക്കണം. അപ്പോൾ തണുപ്പ് വളരെ കടുത്ത തണുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. 90 ഡിഗ്രിയിലാണ് ഈ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ടാകുന്നത്. ഇനി നോക്കൂ, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, ദിസ് സോൺ എക്സ്പീരിയൻസ് സെവർ കോൾഡ് ത്രൂ ഔട്ട് ദ ഇയർ. ആസ് എ റിസൾട്ട് ദ air remains chilled under the extreme cold that prevails over the poles, and this contribute to the steady high pressure experienced here. അപ്പോൾ ഈ മേഖലയിൽ നമ്മൾ പറഞ്ഞു തണുത്തിരിക്കുന്നത് കൊണ്ട് എപ്പോഴും ഇവിടെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് എസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല നിങ്ങൾ വളരെ ശരിക്കും അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങളിത് ശരിക്കും വായിച്ചു നോക്കണം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവും, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളൊന്ന് 2-3 തവണ വായിച്ചാൽ മതി. ഈ ഓരോ മേഖലയിലും ഏത് ബെൽറ്റാണ് അല്ലെങ്കിൽ പ്രഷർ ബെൽറ്റ് എങ്ങനെയാണ് വരുന്നത്, അതായത് ലോ പ്രഷർ ആണോ ഹൈ പ്രഷർ ആണോ, ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഡിഗ്രി എത്രയാണ് അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്. അതായത് കാറ്റിന്റെ വേഗതയെയും അതുപോലെ തന്നെ അതിന്റെ ഡയറക്ഷനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് പ്രഷർ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞ മർദ്ദച്ചെരിവ്. ഇനി എന്താണ് നോക്കൂ, അത് atmospheric pressure is not uniform everywhere on the Earth's surface. The change in pressure with horizontal distance is termed as pressure gradient. ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെയാണ് മർദ്ദച്ചെരിവ് എന്ന് വിളിക്കുന്നത്. തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദച്ചെരിവ് കൂടുതലാണെന്നും പറയാം. അത്തരം പ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗതയും കൂടുതലായിരിക്കും. The change in pressure with horizontal distance is termed as pressure gradient. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം എന്താണ് പ്രഷർ ഗ്രേഡിയൻസ് എന്നുള്ളത്. അടുത്തത് കൊറിയോലിസ് ഫോഴ്സ്. എന്താണ് കൊറിയോലിസ് ഫോഴ്സ് നോക്കൂ. ഫ്രീലി മൂവിംഗ് ബോഡീസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് to the right of the northern hemisphere and to the left in the southern hemisphere. This is due to the force generated as a result of Earth's rotation, which is known as Coriolis force. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭൂമിയുടെ ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാവും. ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് കൊറിയോലിസ് ബലം അഥവാ കൊറിയോലിസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി
This force increases as it moves towards the poles on the equator. അതായത് ഇക്വേറ്ററിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും ഇത് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. Admiral Ferrer found out what the winds in the northern hemisphere deflected towards their right and those in the southern hemisphere deflected towards their left due to the Coriolis effects. ഇത് കണ്ടെത്തിയത് അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫെറൽ ലോസ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ദെൻ അടുത്ത് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ പറഞ്ഞാൽ കൂട്ടി ഉരയുക എന്നുള്ളതാണ്. അങ്ങനെ ഉരഞ്ഞു പോകുന്നതിനാണ് ഫ്രിക്ഷൻ എന്ന് പറയുക. ഇൻ വിച്ച് ഓഫ് ദീസ് സിറ്റുവേഷൻ ഓഫ് വിൻഡ്സ് ബ്ലോ സ്മൂത്ത്ലി. നമുക്കിവിടെ ഒരു കടലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പർവ്വതനിരകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് ഇതിലെവിടെയായിരിക്കും കാറ്റ് വളരെ സുഖപ്രദമായി കടന്നു പോവുക എന്നുള്ളതാണ്. ദ സ്പീഡ് അല്ലെങ്കിൽ വളരെ വേഗതയിൽ കടന്നു പോവുക എന്നുള്ളത്. ദ സ്പീഡ് ഓഫ് വിൻഡ്സ് വിൽ ബി ഹൈ ഓവർ ദ ഓഷ്യൻ സർഫേസ് ആൻഡ് ദ plains as the friction is less. On the other hand, the friction being more along difficult terrain and places with the dense forest cover, the speed of winds will be less in those places. അതായത് കടലിലൂടെ കാറ്റ് വളരെ പെട്ടെന്ന് കടന്നു പോകും, കാരണം അവിടെ തടസ്സങ്ങളൊന്നുമില്ല. എന്നാൽ പർവ്വതനിരകളിലൂടെയൊക്കെ കാറ്റ് കടന്നു പോകുമ്പോൾ, അതുപോലെ തന്നെ വനങ്ങളിലൂടെയൊക്കെ കാറ്റ് കടന്നു പോകുമ്പോൾ ഈ പർവ്വതനിരയും വനവും ഒക്കെ കാറ്റിൻ്റെ പ്രവാഹത്തെ തടഞ്ഞു നിർത്തും. അപ്പോൾ അത്തരം പ്രദേശങ്ങൾ കാറ്റിന് വേഗത കുറവായിരിക്കും. തന്നെ പർവ്വത പ്രദേശങ്ങളിലൂടെ അതുപോലെ തന്നെ വനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കാറ്റിൻ്റെ വേഗത തടസ്സപ്പെടുന്നത് കാണാം. ദെൻ പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്. ഇനി ഇത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇത് എസ്സേക്ക് സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇവിടെ ഓരോ മർദ്ദ മേഖലകൾക്കും അല്ലെങ്കിൽ പ്രഷർ ബെൽറ്റ്സിനും ഇടയിൽ വീശുന്ന കാറ്റുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യു ഹാവ് ലേൺഡ് ദാറ്റ് ദർ എക്സിസ്റ്റ് ഡിഫറെന്റ് ലാറ്റിറ്റ്യൂഡിനൽ സോൺസ് അറ്റ് ദ ഗ്ലോബൽ ലെവൽ. These pressure difference led to the formation of winds. Winds blows from the high pressure region to low pressure region. The winds developed between the global pressure belts can be generally called the planetary winds. The different planetary winds are listed below. അതായത് ആഗോള മർദ്ദ മേഖലകൾക്കിടയിലൂടെ വീശുന്ന അല്ലെങ്കിൽ രൂപപ്പെടുന്ന കാറ്റുകളെ പൊതുവെ പ്ലാനറ്ററി വിൻഡ്സ് അഥവാ ആഗോളവാദങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ഇനി അങ്ങനെയുള്ള ആഗോളവാദങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ട്രേഡ് വിൻഡ് അഥവാ വാണിജ്യവാദങ്ങൾ. ദെൻ വെസ്റ്റലൈസ് അഥവാ പശ്ചിമവാദങ്ങൾ. ദെൻ ഈസ്റ്റലൈസ് അഥവാ ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഇനി ഇതിൽ ഓരോന്നും എന്താണ് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ട്രേഡ് വിൻഡ്സ് അഥവാ വാണിജ്യവാദങ്ങൾ. എന്താണ് വാണിജ്യവാദങ്ങൾ? ദ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ് ഇൻ ബോത്ത് ദ ഹെമിസ്ഫിയർ ക്യാൻ ബി സീ. From here, the winds blows continuously towards the equatorial low pressure belt. These are known as the trade winds. As these winds blow from the northeast in the northern hemisphere, they are known as northeast trade winds. The equatorial low pressure zone where the trade winds from both the hemisphere converge is known as the Intertropical Convergence zone. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഇവ വാണിജ്യവാദങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാൽ ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നും വിളിക്കാറുണ്ട്. ഇനി ഇരു അർദ്ധഗോളങ്ങളിൽ നിന്ന് വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്ന് വിളിക്കാറ്. അപ്പോൾ വാണിജ്യവാദങ്ങൾ തമ്മിൽ സംയോജിക്കുന്ന മേഖലയാണ് ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. Then westerlies എന്താന്ന് നോക്കൂ. How do you see the subpolar low pressure belts situated between the subtropical high pressure belts and the polar high pressure belt? Winds blow continuously from the subtropical high pressure zone to these low pressure zones. As the direction of these winds is mostly from the west, they are known as westerlies. എന്താന്ന് നോക്കൂ പറഞ്ഞത്. ഇനി പശ്ചിമവാദങ്ങൾ. വെസ്റ്റ്ലൈസിന്റെ മലയാളമാണ് പശ്ചിമവാദങ്ങൾ. ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ഉപധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ധ്രുവീയ ന്യൂനമർദ്ദ മേഖല, അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഈ മേഖലകളിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞാണ് ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്കാണ് കാറ്റ് വീശുക. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മറ്റ് ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ. ഇതിന്റെ ഡയറക്ഷൻ പശ്ചിമ ദിക്ക്, അത് പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് വീശുന്നത് കൊണ്ടാണ് ഇതിനെ പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കൂടുതലാണ്. കാരണം എന്താണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറിയ പങ്കും സമുദ്രമാണ്.
ഇവിടെ കര കുറവാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെ വേഗത വളരെ കൂടുതലാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ വിശാലമായ സമുദ്രങ്ങളുടെ ആഞ്ഞു വീശുന്ന വെസ്റ്റലൈസിനെ റോറിംഗ് 40s, അതുപോലെ തന്നെ ഫ്യൂരിയസ് 50s, ഷ്രിക്കിംഗ് 60s എന്നിങ്ങനെ പഴയകാല നാവികർ പേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. then അടുത്ത് പറയാനുള്ളത് പോളാർ ഈസ്റ്റലൈസ് എന്നാണ്. നോക്കൂ, യു ഹാവ് ലേൺ ദാറ്റ് ദ കോൾഡ് polar regions are centers of high pressure. The polar winds are the cold wind that blow from the high pressure areas towards subpolar low pressure belt. These winds blow from the east in the both hemisphere due to the Coriolis force. Hence, these are known as polar easterlies. These winds play a significant role in determining the climate of North America, the Eastern European countries and Russia. ഇനി നോക്കൂ, എന്താണ് പോളാർ ഈസ്റ്റലൈസ്? ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകൾ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. അവിടെ നിന്ന് ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകൾ അഥവാ തണുത്ത കാറ്റുകളാണ് ധ്രുവീയവാദങ്ങൾ. കൊറിയോലിസ് ബലം നിമിത്തം ഇവ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിശകളിൽ നിന്നാണ് വീശുന്നത്. അതിനാൽ ഇവയെ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നും വിളിക്കാറുണ്ട്. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഈ കാറ്റുകൾക്ക് വലിയ പങ്കാണുള്ളത്. ഇതാണ് പോളാർ ഈസ്റ്റലൈസ് എന്ന പേരിൽ